വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്റേഴ്സാണ്. 8ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അളവുകളും യൂണിറ്റുകളും എന്നാണ്. നമുക്കറിയാം ഏതൊരു സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫിസിക്സിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണല്ലേ, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 6ാം ക്ലാസ്സിൽ പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 5, 7, 9 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും പ്രധാനപ്പെട്ട SCERT പോയിൻറ്റ്സ് എടുത്തു വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ്, ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അളവുകളും യൂണിറ്റുകളും. ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലെ മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളെന്താ പറയുന്നത്, പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ കഴിയാമെന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്ത് വേണം, വസ്തുക്കളുടെ പ്രതിഭാസങ്ങളുടെയൊക്കെ സ്വഭാവ സവിശേഷതകൾ അറിയണം അല്ലേ. ഇങ്ങനെ അളക്കുന്ന അളവുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ജീവിത സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അളവുകൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. 1 കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്ററിലാണ്. അങ്ങനെ നമുക്ക് കുറച്ച് അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. കുട്ടിയുടെ ആഴം അളക്കുന്നു. കുട്ടിയുടെ ആഴം അളക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടുത്തെ ഭൗതിക അളവ് എന്ന് പറയുന്നത് ഇതായിരിക്കും, നീളമായിരിക്കും. നമ്മൾ നീളമാണ് അളക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ആഴം അളക്കുകയാണെങ്കിൽ നീളമായിരിക്കും. ഇനി പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു. പച്ചക്കറിയുടെ തൂക്കം അളക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നമ്മൾ നോക്കുന്നത്, മാസാണ് അല്ലേ, കിലോഗ്രാമിലാണ് പറയുന്നത്, മാസാണ് നമ്മൾ നോക്കുന്നത്. പച്ചക്കറിയുടെ തൂക്കം അളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കുന്നത് എന്താണ്, മാസാണ്. ഇനി എന്താണ്, തയ്യൽക്കാരൻ അളവെടുക്കുന്നു. തയ്യൽക്കാരൻ അളവെടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്, നീളമാണ്, ലെങ്ത്താണ് നോക്കുന്നത്, നീളം തന്നെയാണ് നോക്കുന്നത്. ഇനി ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു. ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ അളവ്, ടൈം ആയിരിക്കും അല്ലേ, സമയമായിരിക്കും. ഇനി രക്തസമ്മർദ്ദം അളക്കുന്നു. രക്തസമ്മർദ്ദം അളക്കുന്നത് നമ്മൾ എന്താണ്, പ്രഷറല്ലേ അളക്കുന്നത്. രക്തസമ്മർദ്ദം അളക്കാന്ന് വെച്ചാൽ എന്താണ്, പ്രഷറാണ് അവിടെ അളക്കുന്നത് അല്ലേ. രക്തസമ്മർദ്ദം അളക്കാന്ന് വെച്ചാൽ പ്രഷറാണ് അളക്കുന്നത്. ഇനി ശരീരത്തിൻ്റെ ചൂട് അളക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ടെമ്പറേച്ചറാണ് അല്ലേ. ശരീരത്തിൻ്റെ ചൂട് അളക്കുകയാണെന്നുണ്ടെങ്കിൽ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് അവിടെ അളക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സന്ദർഭങ്ങൾ നോക്കി അതിലെ ഭൗതിക അളവുകൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി എന്താണ് അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും എന്ന് പറയുന്നത്. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, എക്സാമ്പിൾ ഏതൊക്കെയാണ്, നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടിസ്ഥാന അളവുകൾ നമുക്ക് എന്ന് പറയാം, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. എന്താണ്, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, നീളം പറയാം അല്ലേ, നീളം പറയാം. അതുപോലെ തന്നെ എന്താണ്, ഹൈറ്റ് പറയാം അല്ലേ, ഹൈറ്റ് പറയാം. നീളം, വീതി, അതുപോലെ തന്നെ എന്താണ്, മാസ് അല്ലേ, മാസ്, സമയം എന്നിവയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞൊക്കെ എന്താണ്, അടിസ്ഥാന അളവുകളാണ്. നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ആണോ? അല്ല അല്ലേ. നമുക്കറിയാം പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന്, അതുപോലെ തന്നെ എന്താണ്, വോളിയം, ഏരിയ കണ്ടുപിടിക്കുന്നതിന്, വോളിയം കണ്ടുപിടിക്കുന്നതിന്, വ്യാപ്തം അല്ലേ, വ്യാപ്തം കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് അടിസ്ഥാന അളവുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണോ? അല്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഡെൻസിറ്റി അല്ലേ, സാന്ദ്രത അളക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്താണ്, അടിസ്ഥാന അളവുകൾ മാത്രമല്ല ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ.
ഇവ ഓരോന്നും കണ്ടെത്തുന്ന വിധം രേഖപ്പെടുത്തി പട്ടിക ഉചിതമായിട്ട് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചുമർ പെയിൻറ് ചെയ്യുന്നതിന് പരപ്പിളവാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പരപ്പിളവ് എന്ന് വെച്ചാൽ എന്താണ്? പരപ്പിളവ് കാണുന്നതിന് ലൊക്കേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. അതൊക്കെ നമുക്ക് അടിസ്ഥാനമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് പരപ്പിളവ് എന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ ചുമരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പരപ്പിളവ് കണ്ടുപിടിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് എന്ന് പറയുന്നത് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ്? നമുക്ക് തന്ന ഒരു ഗ്യാസ് സിലിണ്ടർ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 14.2 കിലോഗ്രാം ആണല്ലോ. 14.2 കിലോഗ്രാം ആണല്ലേ. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂലവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? നമുക്ക് 14.2 കിലോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 14.2 എന്ന് പറയുന്ന ഒരു സംഖ്യാമൂല്യമാണ്. കിലോഗ്രാം എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ആണല്ലേ. അതാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് നമുക്ക് തുടക്കം ഒന്ന് ഇട്ട് തന്നു മാത്രം കേട്ടോ. ഇനി നമുക്ക് നോക്കിയേ, പിക്ചർ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് താപനിലയാണ് നോക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ താപനില എത്രയാണ്? 37.8 ഡിഗ്രി 37.8 സംഖ്യാമൂല്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് എത്രയാണ്? സെൽഷ്യസ് ആണല്ലേ. സെൽഷ്യസ് ആണ് പറയുന്നത്. അപ്പോൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 37.8 ഡിഗ്രി സി എന്നല്ലേ. സെൽഷ്യസിനെ നമ്മൾ എന്താണ് സൂചിപ്പിക്കുന്നത്? സി എന്നാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? കുട്ടിയുടെ ഉയരം അളക്കുന്നുണ്ടല്ലോ. കുട്ടിയുടെ ഉയരം അളക്കുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് കുട്ടിയുടെ ഉയരം അളക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൗതിക അളവ് എന്താണ്? ഉയരം എന്നാണ് അല്ലേ. ഉയരമാണ്. ഉയരത്തിൻ്റെ സംഖ്യാമൂല്യം എത്രയാണ്? നമുക്ക് എത്രയാണോ തന്നിരിക്കുന്നത്? ഇപ്പോൾ 165 സെൻറ്റിമീറ്റർ ആണ് നമുക്കത് കിട്ടിയിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 165 എഴുതി. സംഖ്യാമൂല്യം 165 എഴുതിയ. യൂണിറ്റ് എന്തെന്ന് നമ്മൾ എഴുതും? സെൻറ്റിമീറ്റർ എന്നല്ല. ഇതാ സെൻറ്റിമീറ്റർ എന്ന് എഴുതും. സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തുക? 165 സെൻറ്റിമീറ്റർ എന്നല്ലേ. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? മാസ് നോക്കുന്നതാണ് അല്ലേ. കിലോഗ്രാം നമുക്ക് വെയിറ്റ് മാസ് നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഭൗതിക അളവ് എന്ന് പറയുന്ന എഴുതാം മാസ് എന്ന് എഴുതി കൂടിയേ. മാസ് എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1 നമുക്ക് പിക്ചർ നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം 1 ലിറ്റർ എന്നല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 1 കിട്ടിയിട്ടുള്ളത്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലേ. യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാം? 1 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കണക്കാക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. അതാണ് അവിടെ പറഞ്ഞു തരുന്നത്. ഭൗതിക അളവ് പ്രസ്താവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭൗതിക അളവ് പ്രസ്താവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് എഴുതണം? യൂണിറ്റും കൂടിയും എഴുതണം. അതാണ് പറയുന്നത് കേട്ടോ. ഇനി ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ നമുക്ക് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് പോകാം. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം യൂണിറ്റ് നമുക്ക് ഇങ്ങനെ അളക്കുന്നത് പല രീതിയിലാണല്ലേ. പല പ്രദേശങ്ങളിലും പഴയ രീതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാണ്. ഇപ്പോൾ നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിലെ അടി, മുഴം, ചാൺ എന്നീ അളവുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തായിരിക്കും? കൃത്യത കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാനായിട്ട് പ്രയാസമുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. പണ്ടത്തെ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇതിനെയാണെന്ന് പറയുന്നത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ നമ്മൾ എന്തെങ്കിലും എഴുതാം? SI എന്ന് എഴുതി കൂടെ. ഇതിൻ്റെ ചുരുക്കത്തിന് SI യൂണിറ്റുകൾ എന്ന് പറയാമല്ലോ അല്ലേ. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെ എല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് ഉപയോഗിക്കുന്നതാണ്. SI യൂണിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ഒരേ അളവ് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുക അല്ലേ. അത് കാരണമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അളവ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? SI ആണ്.
നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലേ. എന്താണ്? നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ നമുക്ക് നോക്കാം. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ ആണ് അല്ലേ. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ മീറ്റർ ആണ്. മീറ്റർ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? M എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നത്. നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവ. അപ്പോൾ നീളത്തിൻ്റെ SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ മീറ്റർ ആണ്. എന്നാൽ നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അതുപോലെ തന്നെ കിലോമീറ്റർ എന്നിവയൊക്കെ മറ്റ് യൂണിറ്റുകളാണ്. പ്രകാശവേഗം എന്ന വാക്ക് വളരെ കൂടിയ വേഗതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലോ. പ്രകാശവേഗം എത്രയാണ്? പ്രകാശം ശൂന്യതയിൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്? അത് വായിച്ചു നോക്കൂ കേട്ടോ. അത്ര മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിൽ 1/299, 792, 458 ആ ഒരു വാക്ക് പഠിച്ചു വയ്ക്കുക കേട്ടോ. പഠിച്ചു വയ്ക്കണമെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇത്ര സമയം കൊണ്ടാണ് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ SI യൂണിറ്റായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് എന്താണ് പറയുന്നത്? പ്രകാശവേഗം എന്ന് വെച്ചൊരു വേഗതയാണ് അല്ലേ. എന്താണ് അതായത് പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവേഗം എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാലും മതി. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണെന്ന് പറയുന്നത് പ്രകാശവേഗം എന്ന് പറയുന്നത്. ഈ താഴെ കൊടുത്ത ബന്ധം പൂർത്തിയാക്കൂ. ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. ഇനി ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 മില്ലിമീറ്റർ ആണ്. ഒരു മീറ്റർ ആണെന്നുണ്ടെങ്കിൽ എത്ര മില്ലിമീറ്റർ കൂടി ചേർന്നിട്ടാണ്? 1000 മില്ലിമീറ്റർ കൂടി ചേർന്നിട്ടായിരിക്കണം എന്നും പഠിച്ചു വയ്ക്കാം. ഇതിലും ചെറിയ അളവുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു. അപ്പോൾ എന്താണ് മൈക്രോൺ എന്ന് പറയുന്നത്? മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരിനെയാണെന്ന് പറയുന്നത് മൈക്രോൺ എന്ന് പറയുന്നത്. അതായത് ഒരു മീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ. റോഡരികിലുള്ള ഈ സൈൻ ബോർഡിൽ കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയത് കിലോമീറ്റർ എന്നതിന് പ്രതീകമാണ്. നമുക്ക് തന്നിട്ടുണ്ടല്ലോ 13 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. സൗരയൂഥത്തിൻ്റെ അളവുകോൽ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്നാണല്ലേ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രകാശവർഷം? ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെയാണ്. ഒരു ഏകദേശം 15 കോടി കിലോമീറ്ററോളം വരും. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്.
നെക്സ്റ്റ് മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ. നമ്മൾ നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ കണ്ടു. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകളാണ് നോക്കുന്നത്. കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു തട്ടിൽ തൂക്കുകെട്ടി വെച്ചതിന് ശേഷമാണല്ലോ അല്ലേ തൂക്കം കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളവ് ഒരു തട്ടിൽ തൂക്കുകെട്ടി വെക്കുന്നത് എന്തിനാണ്? തൂക്കുകെട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ആപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എന്ത് വെച്ച് ഒരു തട്ടിൽ ഒരു തൂക്കുകെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ തൂക്കുകെട്ടി എന്തിനാണ് വെക്കുന്നത്? തൂക്കക്കട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വെക്കുന്നത്? ഈ തൂക്കുകെട്ടി വെക്കുന്നത്. അപ്പോൾ എന്താണ് മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അത് നോക്കി ചിത്രം 1, 2, 4 കാണിച്ചിരിക്കുന്ന തൂക്കുകെട്ടികളുടെ ചിത്രം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 10 ഗ്രാം, 1 കിലോഗ്രാം, 10 കിലോഗ്രാമിലൊക്കെ തൂക്കുകെട്ടി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിലെന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ നോക്കി നോക്കിയൊക്കെ 10 kg എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെയാണെങ്കിലും 1 kg എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ kg എന്ന് വെച്ചാൽ എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ, കിലോഗ്രാം ആണ്. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആകുന്നു. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആകുന്നു. kg ആണ് ഇതിൻ്റെ പ്രതീകം, പഠിച്ചു വയ്ക്കാം. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആകുന്നു, kg ആണ് ഇതിൻ്റെ പ്രതീകം. ഇനി മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. മില്ലിഗ്രാം നോക്കി ഇവിടെ നമ്മൾ പിക്ചറിൽ 200 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്, 650 മില്ലിഗ്രാം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? മാസിൻ്റെ തന്നെ യൂണിറ്റുകളാണ് അല്ലേ, മാസിൻ്റെ തന്നെ യൂണിറ്റുകളാണ് മില്ലിഗ്രാം, ഗ്രാം എന്നിവ. 1 ഗ്രാം എന്ന് വെച്ചാൽ എത്ര മില്ലിഗ്രാം ആണ്? 1 ഗ്രാം എന്ന് വെച്ചാൽ എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം. 1 ഗ്രാം 1000 മില്ലിഗ്രാം ആണ്. 1 ഗ്രാം 1000 മില്ലിഗ്രാം ആണ്. മാസിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോറികളിൽ ഭാരം കയറ്റിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? വില ഇത്തരം അളവുകൾ ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നുണ്ടായിരിക്കാം? ഏതൊക്കെയാണ്? കിൻഡൽ, അതുപോലെ ടൺ എന്നിവ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. നമ്മൾ മില്ലിഗ്രാമും ഗ്രാമും കിലോഗ്രാം ഒക്കെ കണ്ടുല്ലോ. ഇനി നമ്മൾ കിൻഡൽ, ടൺ എന്ന് പറയുന്നത് ഇതിൽ തന്നെയാണ്, മാസിൻ്റെ യൂണിറ്റുകളാണ്. അതെന്താണ്? മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. കിൻഡൽ, ടൺ എന്ന് പറയുന്നത് മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. ഇവിടെ നമുക്ക് ബന്ധം പറയുന്നുണ്ട്. മില്ലിഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു എത്രയാണ്? എത്ര മില്ലിഗ്രാം ആണെന്ന് നോക്കിയേ, 10 ലക്ഷം മില്ലിഗ്രാം ആണ്. ഇത് നമുക്ക് ഈ ഒരു ഭാഗം അത്രയും വേണ്ടി വരില്ല കേട്ടോ. മില്ലിഗ്രാം ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് പഠിച്ചേക്കാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 കിൻഡൽ എന്ന് വെച്ചാലോ 100 കിലോഗ്രാം ആണ്. 1 കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാമിനെയാണ് 1 കിൻഡൽ എന്ന് പറയുന്നത്. ഇനി 1 ടൺ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 കിലോഗ്രാമിനെയാണ് 1 ടൺ എന്ന് പറയുന്നത്. അപ്പോൾ കിലോഗ്രാമുമായി കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് വെച്ചാലോ 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാസിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്രാം, മില്ലിഗ്രാം, അതുപോലെ കിലോഗ്രാം, കിൻഡൽ, ടൺ എന്ന് പറഞ്ഞു. ഇതിൽ ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. കിൻഡൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 1 കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ. സമയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ് കേട്ടോ. സമയത്തിൻ്റെ യൂണിറ്റ് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് S ആണ്. എന്താണ്? S ആണ്. പ്രതീകം എന്ന് പറയുന്നത് എത്രയാണ്? S ആണ്. ഇനി സമയവുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളാണ് ഈ മിനിറ്റ്, മണിക്കൂർ എന്ന് പറയുന്നത് അല്ലേ. മിനിറ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാണ്? എത്ര സെക്കൻഡാണ്? കമൻറ്റ് ചെയ്യട്ടോ. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്നും അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാപ്തമാണ്, വോളിയാണ്. ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ജലത്തിൻ്റെ വ്യാപ്തം നാം കണ്ടെത്തിയത് ഓർക്കുന്നുണ്ടല്ലോ. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? വ്യാപ്തം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ എന്നാണ്. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ എന്നാണ്. ക്യൂബിക് മീറ്റർ എന്നാണ്. ഇത് മീറ്റർ ക്യൂബ് എന്ന പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വ്യാപ്തത്തിന് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നത്. മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? ക്യൂബിക് മീറ്റർ ആണ്. ക്യൂബിക് മീറ്റർ ആണ്. നെക്സ്റ്റ് സാന്ദ്രത, ഡെൻസിറ്റി.
പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇവിടെ എന്താണ് സാന്ദ്രത എന്ന് പറയുന്നതാണ്. സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. അതായത് സാന്ദ്രത = എന്താണ്? മാസ് ബൈ വ്യാപ്തം. സാന്ദ്രത = എന്താണ്? മാസ് ബൈ വ്യാപ്തം. മാസ് ബൈ വ്യാപ്തം. മാസ് ബൈ വ്യാപ്തം. ഓക്കെ, ക്ലിയർ ആണല്ലോ. D = m/v ലെ m/v. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് കൂടുതൽ ഏതാണോ ആ വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരം സംഖ്യയാണ്. പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സംഖ്യയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടിസ്ഥാന യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു വെക്കണം. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും എന്തുണ്ട്? ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പോൾ SI യൂണിറ്റുകൾക്കൊക്കെ സാർവദേശീയ അംഗീകാരം 1960 നൽകിയിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നീളത്തിനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മീറ്റർ ആണ്. മീറ്ററിനെ എന്തെന്ന് സൂചിപ്പിക്കും? M എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി മാസ് ആണെങ്കിലോ? മാസ് ആണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം ആണ്. കിലോഗ്രാം kg എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി സമയമാണെങ്കിൽ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു, S ആണ്. ഇനി താപനിലയാണെങ്കിലോ? കെൽവിൻ ആണ്, K ആണ്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ്? ആംപിയർ, A. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ, A എന്ന് സൂചിപ്പിക്കുന്നു. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. പ്രകാശ തീവ്രത CD കാൻഡല, CD കാൻഡല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. കാൻഡല പ്രകാശ തീവ്രതയുടെ അളവ് എന്താണ്? കാൻഡലയാണ്. പദാർത്ഥത്തിൻ്റെ അളവിനെ നമ്മൾ മോൾ എന്നുകൊണ്ട് മോളാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ ആണ്. എല്ലാത്തിനെയും നോക്കിയൊക്കെ മോളിനെ MOL എന്നാണ് ഏതാണെന്ന് പഠിച്ചിരിക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അല്ലേ? മോൾ എന്ന് MOLE എന്ന് പറഞ്ഞിട്ട് തരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മോൾ MOL ആണ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കാൻഡല എന്ന് പറയുന്നത് CD ആണ്. ആംപിയർ ആണെങ്കിൽ A ആണ്. കെൽവിൻ ആണ് താപനില അല്ലേ? K ആണ്. അതുപോലെ തന്നെ സമയം സെക്കൻഡ് ആണ്, S ആണ്. കിലോഗ്രാം മാസ് കിലോഗ്രാം ആണ്. kg ആണ്. നീളം മീറ്റർ ആണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്താണ്? ഏകീകൃത യൂണിറ്റുകളാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. ഇവയെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മറ്റളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഏതാണ്? SI യൂണിറ്റ് ആണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ള യൂണിറ്റ്. ഏകീകൃത യൂണിറ്റുകളാണ്. ഇനി എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണല്ലേ, മറ്റളവുകളുടെ യൂണിറ്റുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണല്ലോ. ഇവയുടെ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, വ്യാപ്തം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. ഡെൻസിറ്റി വ്യാപ്തം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? വ്യാപ്തം ബൈ അല്ല, ഡെൻസിറ്റി = മാസ് ബൈ വോളിയം ആണെന്ന് പറഞ്ഞു അല്ലേ? മാസ് ബൈ വ്യാപ്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയൊരു ജസ്റ്റ് ഇപ്പോൾ നീളം, അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നീളം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, ആംപിയർ, മോൾ, കാൻഡല എന്നിവയൊക്കെ എന്താണ്? അടിസ്ഥാന യൂണിറ്റുകളാണ്. ഇവയിൽ നിന്നും ഡിറൈവ് ചെയ്ത യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ?
പരപ്പളവിൻ്റെ സമവാക്യം എന്നാണ്. അപ്പോൾ സമവാക്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. പരപ്പളവിൻ്റെ സമവാക്യം എന്താണ്? പരപ്പളവ് = നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നീളത്തിനും വീതിക്കൊക്കെ നമ്മൾ മീറ്റർ എന്നാണ് സൂചിപ്പിക്കേണ്ടത്. നീളത്തിനും വീതിനും മീറ്റർ എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? എം എന്ന് എഴുതി. എം ഇൻറ്റു എം = എന്ത് എഴുതി? മീറ്റർ സ്ക്വയർ. അപ്പോൾ പരപ്പളവിന് യൂണിറ്റ് കിട്ടിയാലോ? മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടിയാലോ? അതെങ്ങനെ കിട്ടിയത്? പരപ്പളവിൻ്റെ ഇക്വേഷൻ കാണുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതി എന്നാണ്. നീളത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. വീതിയുടെ യൂണിറ്റും മീറ്ററാണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഇനി വ്യാപ്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് ഏതാണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണല്ലോ. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അതൊക്കെ എന്താണ്? ഒരു നീളവുമായി ബന്ധപ്പെട്ടാണല്ലേ വരുന്നത്, ലെങ്ത്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ നീളത്തിന് നമ്മൾ മീറ്റർ എഴുതി, വീതിക്കോ വീണ്ടും മീറ്റർ എഴുതിയല്ലോ. ഉയരത്തിന് നമ്മൾ എന്ത് എഴുതി? വീണ്ടും മീറ്റർ എഴുതി. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിട്ടും? മീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി സാന്ദ്രതയുടെ സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി = എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വ്യാപ്തമാണ് അല്ലേ? മാസ് ബൈ വ്യാപ്തമാണ് സാന്ദ്രതയുടെ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? യൂണിറ്റ് എങ്ങനെ എഴുതും? മാസിന് നമുക്കറിയാം കിലോഗ്രാം ആണെന്നറിയാം. കിലോഗ്രാം ബൈ വോളിയത്തിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? മീറ്റർ ക്യൂബ് ആണെന്ന് പറഞ്ഞു അല്ലേ? വോളിയത്തിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. വോളിയം നീളത്തിൻ്റെ വീതിൻ്റെ ഉയരം മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആദ്യം തന്നെ നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പരപ്പളവാണെങ്കിൽ നീളം ഇൻറ്റു വീതിയാണെന്ന് അറിഞ്ഞിരിക്കണം. നീളത്തിൻ്റെ വീതിക്കും ഉയരത്തിനൊക്കെ നമ്മൾ എന്താണ്? മീറ്ററാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? ഇനി വോളിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാസ് ആണെങ്കിൽ കിലോഗ്രാം ആണ്. നമുക്ക് നേരത്തെ അടിസ്ഥാന യൂണിറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ്ഡ് യൂണിറ്റ്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കുറച്ചുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കി 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അളവ് 1.5 കിലോഗ്രാം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാലോ അളവ് എഴുതിയിരിക്കുന്നത് എന്താണ്? കിലോഗ്രാം, kg, 1.5 kg എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി ജലത്തിൻ്റെ ഈ സാന്ദ്രത എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാനല്ലേ നമുക്ക് ഇതിൽ എഴുതാണെന്നുണ്ടെങ്കിൽ. ഇനി ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്ന ഒരു പട്ടിക താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റായ രേഖപ്പെടുത്തലൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്കിതിൽ എന്താണ് തെറ്റ് വരുന്നത്? നോക്കിയേ, kg എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്കറിയാം kg എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നോക്കിയേ, ഇവിടെ നമ്മുടെ അളവുകൾ എവിടെയാണ്? അളവുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ആണോ? അല്ലല്ലോ, സ്മോൾ ലെറ്റർ അല്ലേ? ജിയോ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത് എന്ന് പഠിച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ യൂണിറ്റുകൾ എഴുതുക. അപ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിന് എങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചു അല്ലേ? ഇവിടെ നമുക്ക് കിലോഗ്രാം സെക്കൻഡ് നോക്കിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത്. അതായത് നമുക്ക് യൂണിറ്റിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണല്ലോ അല്ലേ? അതിന് നമുക്ക് ക്യൂബിക് മീറ്റർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത് യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. 273 കെൽവിൻ നമ്മൾ K എന്നാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇനി അതെല്ലാം അങ്ങനെ എഴുതുകയാണെങ്കിൽ തന്നെ ഫുള്ള് എന്താണ് സ്മോൾ ലെറ്ററിൽ വേണം എഴുതുന്നതിനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? ഓരോ അളവുകളും സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട് അതിൽ. അതായത് ഇപ്പോൾ ബലത്തിനാണെന്നുണ്ടെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണല്ലോ. ഈ ന്യൂട്ടൺ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. നമുക്ക് എന്നത് സ്മോൾ ലെറ്ററിൽ എഴുതില്ല. അതായത് വ്യക്തികളുടെ പേരിൽ നിന്ന് രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്.
ഇനി അതുപോലെ നോക്കിയേ നീളത്തിന് ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ പറയുന്നത്. അപ്പോൾ പ്രതീകത്തിന് ശേഷം കുത്തു, കോമ എന്ന ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. ഇവിടെ നോക്കി രണ്ടാമത്തേൽ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു കുത്തൊഴിയുണ്ടല്ലോ, ആ കുത്ത് അല്ലെങ്കിൽ കോമൊന്നും ഇതിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. വാചകത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്താണ് പ്രതീകത്തിന് ശേഷം പോയിൻ്റ് അല്ലെങ്കിൽ കുത്ത് അല്ലെങ്കിൽ കോമൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഊർജ്ജം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ ആണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ന്യൂട്ടൺ മീറ്റർ N.M എന്ന് എഴുതാനായിട്ട് പാടോ? ഇല്ല. നമ്മൾ എപ്പോഴും സ്പേസ് ഇടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കുത്തിടാനും പാടില്ല. ഇവിടെ കുത്തിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പാടില്ല. നമ്മൾ ഒരുമിച്ച് എഴുതണം അല്ലേ. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ NM എന്ന് എഴുതണം അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ N, സ്മോൾ ലെറ്റർ M ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം. നെക്സ്റ്റ് അളവ് ഉപകരണങ്ങൾ. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ടേപ്പൊക്കെ ഉപയോഗിക്കുന്നതാണ് നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലേ. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് ഇതാണ്, 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ജസ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. നോക്കി, കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ എന്നിവയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്? കിലോമീറ്റർ അല്ലേ കൂട്ടത്തിൽ പെടാത്തത്. കിലോഗ്രാം, സെക്കൻഡ്, മോളൊക്കെ എന്താണ്? അടിസ്ഥാന യൂണിറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇതൊക്കെ എന്താണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റിൽ പറഞ്ഞാണ് അല്ലേ. പരപ്പളവ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പരപ്പളവാണല്ലോ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇതിലേതാണ് വരുന്നത്? ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ വരുന്നത്. ബാക്കിയൊക്കെ എന്താണ്? അടിസ്ഥാന യൂണിറ്റുകളാണ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് പറയുന്നവയെല്ലാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്കറിയാം സിലബസിൽ ഫസ്റ്റ് എടുത്ത് പറയുന്ന ഫിസിക്സിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. ഫസ്റ്റത്തെ ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.